ആദ്യത്തെ രക്തസാക്ഷികൾ ഒരാളാണ് എന്നൊക്കെയാണ് നമ്മുടെ രേഖകളിൽ കാണപ്പെടുന്നത് കേട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അബ്ദുറഹ്മാൻ സാർ ഇവിടെ ഉണ്ട്. പൊന്നാനിക്കാരനാണ്, ചരിത്രകാരനാണ്. അദ്ദേഹം വിശദീകരിച്ച് ഇപ്പൊ നമ്മളെ സഹായിക്കുന്നത് മോഹൻദാസാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ കണ്ടിട്ടാണ് അവർ ചെയ്യുന്നത്. സ്വന്തം തറവാട് മറ്റുള്ളവർക്ക് പഠിക്കാൻ വേണ്ടി ഒഴിവാക്കി തരാം എന്നുള്ളത് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ്. ആ കർമ്മമാണ് മോഹൻദാസും പുഷ്പയും നമുക്ക് ചെയ്തു തരുന്നത്. ആയതുകൊണ്ടിട്ട് അവർക്ക് ഒരു അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ആദ്യം ഒന്ന് ഒരു 3 സെക്കൻഡ്. ആരാമുന്നത്ത് വീട്ടിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പൊന്നാനിയുടെ പൈതൃക ഭവനാണിത്. പൊന്നാനിയുടെ പൈതൃക ഭവനാണ് കാരാമുന്നത്ത് വീട്. ഏകദേശം 100 വർഷത്തിലധികം ഈ വീട്ടിന് പഴക്കമുണ്ട്. എത്ര വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക ആസ്ഥാനാണ്. പഴയ കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക ആസ്ഥാനാണ് പൊന്നാനി. ഗാന്ധി അഡ്വക്കേറ്റ് KV രാമമേനോൻ. പൊന്നാനി ഗാന്ധി അഡ്വക്കേറ്റ് രാമൻ മേനോൻ. അത് പ്രകാരം തന്നെ മലബാറിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി KV ബാലകൃഷ്ണ മേനോൻ. ബാലകൃഷ്ണ മേനോൻ. പിന്നെ മറ്റൊരാൾ KV ഗോപാലമേനോൻ. അദ്ദേഹം വക്കീലായിരുന്നു. അങ്ങനെ 3 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തട്ടകമായിരുന്നു ഈ വീട്. മലബാറിൽ ഇങ്ങനെ 3 സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ സംഗമിച്ച വീടുകൾ അപൂർവമാണ്. അങ്ങനെയുള്ള 3 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ തട്ടകമായിരുന്നു ഈ വീട്. ഏത് വീട്? കാരാമുന്നത്ത് വീട്. എന്താ വീട്? മാത്രമല്ല ഇവർക്ക് നേതൃപരമായ പങ്ക് വഹിച്ചിരുന്ന നേതാവായിരുന്നു K. കേളപ്പൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. കടവനാട് കുട്ടിക്കൃഷ്ണൻ. പിന്നെ അതേപ്രകാരം തന്നെ FT വാസുദേവൻ നായർ, പിന്നെ വള്ളത്തോള്, പിന്നെ അക്കിത്തം, പിന്നെ ഇടശ്ശേരി, M. ഗോവിന്ദൻ. ഒരുപാട് സാംസ്കാരിക നായകന്മാർക്ക് ഇതിൽ നൂറ്റുണ്ടാക്കുന്ന നൂല് കൊണ്ടുണ്ടാക്കുന്ന